ഒരു പാനിൽ വെള്ളമെടുത്ത് ബോയിൽ ആവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. പാസ്ത ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. ഓയിൽ അധികമാവാൻ പാടില്ല. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ 1.5 കപ്പ് പാസ്തയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാസ്ത കുക്കാവുന്നതിന് ഏകദേശം 8-9 മിനിറ്റ് സമയമെടുക്കും. പാസ്ത നന്നായി കുക്കായിട്ടുണ്ടോ എന്നറിയാൻ നമുക്കൊരു ടിപ്പുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു തവയിൽ ഒരു പാസ്ത എടുത്തതിന് ശേഷം അത് 1 സ്പൂൺ വെച്ച് കട്ട് ചെയ്ത് നോക്കുക. എളുപ്പം കട്ടായി വരുന്നുണ്ടെങ്കിൽ പാസ്ത നന്നായി കുക്കായിട്ടുണ്ടെന്നർത്ഥം. ഇപ്പോൾ നമ്മുടെ പാസ്ത നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെള്ളമെല്ലാം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് കളയാം. ഒരു സ്ട്രെയിനറിലേക്ക് ഇവ ഒഴിക്കുക. അതിനുശേഷം അതിന് മുകളിൽ കുറച്ച് കോൾഡ് വാട്ടർ തളിക്കുക. ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർക്കുക. ഗാർലിക് ചോപ്പ് ചെയ്ത് ചേർത്തതിന് ശേഷം നന്നായി വഴറ്റി യോജിപ്പിക്കുക. ആ വെളുത്തുള്ളിയുടെ പച്ച മണമെല്ലാം മാറി ഒന്ന് കളർ ചേഞ്ചായി വരുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർക്കാം. ഇവിടെ ഞാൻ 300 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തതാണ്. ചിക്കൻ നന്നായി വഴറ്റുക. ചിക്കൻ്റെ നിറമെല്ലാം മാറി ഒരു വൈറ്റ് കളറായി മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം കളർ വൈറ്റ് ആയി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോന്നായി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കോൺ കൂടി ചേർത്ത് 1/4 കപ്പ് വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്കായതിനു ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പാൻ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അത് മറക്കരുത്. കാരണം മൈദയുടെ നിറം പെട്ടെന്ന് മാറിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മൈദ നന്നായി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈദയുടെ ആ പച്ച ചുവയെല്ലാം മാറി നന്നായി കുക്കാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മൈദ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് മിൽക്ക് ചേർക്കാം. മിൽക്ക് കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ. കാരണം ആ മൈദയുടെ കട്ടയെല്ലാം ഒന്ന് നന്നായി മിക്സായി വരുന്നതിന് വേണ്ടി നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മൈദയുടെ കട്ടയെല്ലാം ഉടഞ്ഞ് നന്നായി ഇത് മിൽക്കിൽ യോജിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ബാക്കിയുള്ള പാല് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ സോസ് റെഡിയാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മുടെ സോസ് ഏകദേശം ക്രീമി ടെക്സ്ചറായി വരുന്നുണ്ട്. അത് ക്രീമി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ലവണ്ണം ആ സോസ് കവർ ചെയ്ത് നിൽക്കുന്നതായി നമുക്ക് കാണാം. ആ സമയത്ത് ഈ സോസ് റെഡിയായി കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചിക്കനും ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ആ നല്ല ക്രീമി ടെക്സ്ചറിൽ ആ ചിക്കനും വെജിറ്റബിൾസ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഇത് ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മുടെ ആ ക്രീമിൽ പൊതിഞ്ഞിരിക്കുന്ന പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ പാസ്ത ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.